തിരുവനന്തപുരത്ത് യുവാക്കളെ പോലീസ് അതിക്രൂരമായി മർദ്ദിച്ചുവെന്ന പരാതി. ഇരുചക്ര വാഹനം നിർത്താതെ പോയതിന് തിരുവനന്തപുരം സ്വദേശികളായ ദിബിനെയും വിശാഖിനെയും ഫോർട്ട് പോലീസ് പിന്തുടർന്നെത്തി മർദ്ദിച്ചു എന്നാണ് പരാതി വരുന്നത്. മർദ്ദനത്തിനു ശേഷം വാഹനാപകടം ഉണ്ടായി എന്ന് പറഞ്ഞ് ഇരുവരെയും 108 ആംബുലൻസിൽ ആശുപത്രിയിൽ കൊണ്ടുപോവുകയായിരുന്നു. യുവാക്കളെ മർദ്ദിച്ചിട്ടില്ലെന്നാണ് അതേസമയം ഫോർട്ട് പോലീസ് വിശദീകരിക്കുന്നത്. തിരുവനന്തപുരത്തെ ഫോർട്ട് പോലീസിനെതിരെ വളരെ ഗുരുതരമായ പരാതിയാണ് പുറത്തു വന്നിരിക്കുന്നത്. 2 യുവാക്കളെ അതിക്രൂരമായി പോലീസ് മർദ്ദിച്ചു എന്നാണ് പരാതിയിൽ പറയുന്നത്. വാഹന പരിശോധനയ്ക്കിടെ വാഹനം നിർത്താതെ പോയി എന്നുള്ളതാണ് ദിബിനും വിശാഖും ചെയ്ത കുറ്റം. ഇവരെ പോലീസുകാർ പിന്തുടർന്നെത്തി ഇവരെ വാഹനത്തിൽ വണ്ടി കൊണ്ടിടിച്ച് മർദ്ദിക്കുകയായിരുന്നു എന്നാണ് പരാതിയിൽ പറയുന്നത്. മർദ്ദനമേറ്റ ശേഷം ഇവർക്ക് അപകടം പറ്റിയെന്ന് കാട്ടി 108 ആംബുലൻസ് വിളിച്ചാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് ഇവരെ മാറ്റിയത്. ഓഗസ്റ്റ് 6-നാണ്, അതായത് കഴിഞ്ഞ ബുധനാഴ്ചയാണ് ഈ കേസിന് ആസ്പദമായ സംഭവം നടക്കുന്നത്. ബോധം വന്നതിന് ശേഷമാണ് ഇരുവരും സത്യാവസ്ഥ എന്താണ് എന്ന് വെളിപ്പെടുത്തുകയും ചെയ്തത്. ആശുപത്രി കിടക്കയിൽ വെച്ച് വിശാഖ് പറഞ്ഞത് എന്താണെന്ന് കേൾക്കാം. ചൊവ്വാഴ്ച നൈറ്റ് അമ്മയ്ക്ക് ഇടവില്ലാതെ ഞാൻ ഡ്യൂട്ടി സ്ഥലത്ത് നിന്ന് വീട്ടിലോട്ട് പോയ വഴിക്കവര് വഴി വെച്ചവർ കൈയാണ് ചെറിയ ഇരുട്ടത്താണ് നിന്നത്. സംഭവം അവിടെ വെച്ച് നിർത്താൻ പറ്റില്ല. തൊട്ടപ്പുറത്തേനെ നിർത്തിയപ്പോ ഇവര് ബാക്കിൽ നിന്ന് വണ്ടിയിൽ വന്നെങ്കിൽ തട്ടിയിട്ട് അവിടെ വെച്ച് അങ്ങനെ അടിച്ചു. അവര് നല്ലോണം തല്ലി അവിടെ വെച്ച്. അത് 3 പേരുണ്ടായിരുന്നു. ഞാനും എന്റെ ഫ്രണ്ടും ഉണ്ടായിരുന്നു. എന്റെ കൈ പിടിച്ചു വെച്ചിട്ട് നല്ലോണം ഷോൾഡറിലും തലയിൽ ഹെൽമെറ്റ് ഉണ്ടായിരുന്നു. ഹെൽമെറ്റോട് കൂടി കുറെ തറയിട്ട് ചെറുത് കാലില് എന്തോ വെച്ച് അടിക്കുകയാണ്. വെള്ളമായിട്ട് അടിക്കുകയാണ്. കറക്റ്റ് തലയിൽ അടിയിട്ടപ്പോ തന്നെ ബോധം പോയാണ്. ഒരുപാട് തല്ലായിരുന്നു. ഈ സംഭവം ഉണ്ടായതിനു ശേഷം ഇരുവരുടെയും ബന്ധുക്കൾ ഈ വിവരം അറിഞ്ഞിരുന്നില്ല. ആ സംഭവം ഉണ്ടായ ദിവസം പുലർച്ചെയാണ് ഈ വിവരം ബന്ധുക്കൾ അറിയുന്നത്. ബന്ധുക്കൾ ആശുപത്രിയിൽ എത്തിയതിനു ശേഷവും അവർ വിചാരിച്ചത് ഇതൊരു വാഹനാപകടമാണ്. അപകടത്തിൽ പരിക്കുപറ്റി ഇവർ ചികിത്സയ്ക്കായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തുകയായിരുന്നു എന്നാണ് ബന്ധുക്കളും വിചാരിച്ചിരുന്നത്. പുള്ളിക്കാരനെ വെന്റിലേറ്ററിന് എടുത്തതിന് ശേഷം ഞാൻ ചോദിച്ചപ്പോഴാണ് പുള്ളിക്കാരന് ഇതുവരെയുള്ള കാര്യമേ ഓർമ്മയുള്ളൂ. ഇവരെ രാത്രി എങ്ങാണ്ടോ വിശാഖും എൻ്റെ ഹസ്ബൻഡിന്റെ പേര് ദിബിൻ എന്നാണ്, രണ്ടുപേരും കൂടെ പുറത്തോട്ട് പോയപ്പോൾ നൈറ്റ് പെട്രോളിങ്ങിന് നിൽക്കുന്ന പോലീസുകാരായിരുന്നു. അവരെങ്ങാണ്ടോ കൈ കാണിച്ചപ്പോഴത്തേനും നിർത്തിയില്ല. അപ്പോൾ ഇവർ കുറച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു. സ്വാഭാവികമായിട്ട് അതുകൊണ്ടായിരിക്കാം നിർത്താത്തത്. തലയോട്ടിന് പൊട്ടലുണ്ട്, തലയ്ക്കകത്ത് ഇന്റേണൽ ബ്ലീഡിംഗ് ഉണ്ട്, ഒരു കണ്ണിൻ്റെ മുകളിലും താഴെയായിട്ടുള്ള എല്ലിന് പൊട്ടലുണ്ട്, കൈക്ക് പൊട്ടലുണ്ട്, എല്ലാം വലതുവശത്താണ്. റിബ് വാരിയലിന് പൊട്ടലുണ്ട്. ഈ തലയോട്ടിയിലെ പൊട്ടലും ബ്ലീഡിങ്ങുമാണ് നമുക്ക് ഏറ്റവും പേടിക്കേണ്ടത്. ആള് 2 ദിവസം വെന്റിലേറ്ററിലായിരുന്നു. ഇപ്പൊ പോലും വാ അനക്കി താടിയിൽ പൊട്ടലുണ്ട്, പല്ല് മുറുക്കി വാ കമ്പി ഇട്ടേക്കുകയാണ്. അപ്പോൾ പുള്ളിക്കാരന് നേരത്തെ ഒരു ആഹാരം പോലും കഴിക്കുക, അതായത് ഒന്നല്ലെങ്കിൽ ഒരു 2 മാസം പോലും ആഹാരം കഴിക്കാൻ പറ്റാത്ത സിറ്റുവേഷനിലാണ് ഇരിക്കുന്നത്. വെള്ളം സിറിഞ്ചിലെടുത്താണ് കൊടുക്കുന്നത്. അതായത് ലോവർ ബോഡിയിൽ യാതൊരു സ്ക്രാച്ചോ ഒന്നുമില്ല. ഇത്രയും ആക്സിഡന്റ് പറ്റിയ ആളിന് എങ്ങനെയായാലും മുട്ടല്ല വരെയാണ്. അതുപോലെ എൻ്റെ അനിയൻ്റെ ചിരട്ട ഫുള്ള് പൊട്ടിയിട്ടുള്ള അത് ഒരുവിധ സ്ക്രാച്ചോ അങ്ങനെ ഒന്നുമില്ല. കാരണം ഒരാൾ വടി വെച്ച് അടിച്ചാൽ എങ്ങനെ പൊട്ടും സാറേ, അതുപോലെയാണ് പൊട്ടിയിട്ടുള്ളത്. തുടയിലും ഒക്കെ എൻ്റെ ഓൻ്റെ അടുത്ത് പറഞ്ഞിരിക്കും. ഒരാൾ പറഞ്ഞതിന് ഒരു പോലീസുകാരൻ പറഞ്ഞ് നീയൊന്നും ഇനി എണീച്ചടക്കെ ജോലി ജീവിക്കുക ചെയ്യരുതെന്ന് പറഞ്ഞിട്ടാണ് മർദ്ദിച്ചത്. രണ്ടുപേരെ വലത്തെ കൈയും ചവിട്ടി ഓടിച്ച് എൻ്റെ അനിയൻ്റെ ഷോൾഡർ ചവിട്ടി പൊട്ടിച്ചിട്ട് അതിൻ്റെ ഒരു നെർവ് കംപ്ലൈൻ്റ് ആയിട്ട് വലത്തെ കൈക്ക് ഇപ്പോൾ സ്വാധീനമില്ല. പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന വിശാഖിൻ്റെയും ഒപ്പം തന്നെ ബന്ധുക്കളുടെയും പ്രതികരണം കേട്ടാൽ തന്നെ നമുക്കറിയാം പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ഇത് വലിയൊരു തെറ്റ് ഫോർട്ട് പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ ഫോർട്ട് പോലീസിൻ്റെ ഭാഗത്തു നിന്ന് അവരുടെ വിശദീകരണം വരുന്നുണ്ട്. അവർ പറയുന്നത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല, ഇത് പോലീസ് മർദ്ദിച്ചു എന്ന് പറയുന്നത് തെറ്റായ വിവരമാണ് എന്നാണ് ഫോർട്ട് പോലീസ് ഇതിനെ വിശദീകരണമായി നൽകിയിരിക്കുന്നത്. മാത്രമല്ല അന്ന് വാഹനാപകടം ഉണ്ടാകുന്നു. ഇവർക്ക് വാഹനാപകടം ഉണ്ടാകുമ്പോൾ മൊബൈൽ പെട്രോൾ യൂണിറ്റാണ് ഇവരെ ആശുപത്രിയിലേക്ക് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് 108 ആംബുലൻസ് കയറ്റിവിട്ടത് എന്നുള്ളതാണ് ഫോർട്ട് പോലീസ് നൽകിയിരിക്കുന്ന വിശദീകരണം. ടി എസ് ഹരീഷ്ണ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.